എം.ഒ. മത്തായിക്കാണ്. മത്തായിയെ അറിയാമെന്ന് വിചാരിക്കും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ് എം.ഒ. മത്തായി. ചെങ്ങന്നൂർക്കാരനാണ്. അദ്ദേഹം നെഹ്റുവിൻ്റെ കാലശേഷം ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൻ്റെ അവസാന സമയത്ത്, അല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ ഭരണം തുടങ്ങുന്ന സമയത്ത് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് നെഹ്റു യുഗസ്മരണകൾ എന്നായിരുന്നു. റെമിനിസെൻസസ് ഓഫ് നെഹ്റു ഏജ് എന്നാണ് ഇംഗ്ലീഷ്. ഈ പുസ്തകത്തിൽ നെഹ്റുവിനെ വല്ലാതെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, നെഹ്റുവിനെ കുറിച്ച് വളരെ പ്രശംസിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ അക്കാലത്തെ മറ്റ് പല നേതാക്കന്മാരെക്കുറിച്ചും രസകരമായ പല ഓർമ്മക്കുറിപ്പുകളുമുണ്ട്. അതിൽ ഗാന്ധിജിയുണ്ട്, പട്ടേലുണ്ട്, കൃഷ്ണമേനോനുണ്ട്, ആസാദുണ്ട്, റഫി അഹമ്മദ് കിദ്വായിയുണ്ട്, മറ്റു പലരുമുണ്ട്. ഇതിൽ പട്ടേലിനെ കുറിച്ചുള്ള അധ്യായത്തിലാണോ അതോ റഫി അഹമ്മദ് കിദ്വായിയെക്കുറിച്ചുള്ള അധ്യായത്തിലാണോ എന്ന് എനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. രണ്ടാലൊന്നിലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. നെഹ്റു അല്ല, പട്ടേൽ നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ച് നമ്മുടെ മത്തായി എഴുതിയിട്ടുണ്ട്. ഒരു സദസ്സിൽ വച്ച് പട്ടേൽ തമാശ പോലെ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ആകെ ഒരു ദേശീയ മുസ്ലിമേ ഉള്ളൂ എന്ന്. ബാക്കിയുള്ളവരൊക്കെ പാകിസ്ഥാൻ ചിന്താധികാരാണ് എന്നാണ് പട്ടേൽ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും അത് ആരാണ് എന്ന് വളരെ താല്പര്യപൂർവ്വം അന്വേഷിച്ചു. പലരും വിചാരിച്ചത്, മത്തായി അടക്കം വിചാരിച്ചത്, റഫി അഹമ്മദ് കിദ്വായിയുടെ പേരായിരിക്കും പട്ടേൽ പറയുന്നത് എന്നാണ്. റഫി അഹമ്മദ് കിദ്വായി അക്കാലത്ത് ഒരു കേന്ദ്രമന്ത്രി, നെഹ്റുവിൻ്റെ വലിയൊരു വിശ്വസനും കാറാധികൃത മതേതര വിശ്വാസിയുമായിരുന്നു. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പട്ടേൽ പറഞ്ഞ പേര് മൗലാന നെഹ്റു എന്നാണ്. അപ്പോൾ നെഹ്റു ഒരാൾ മാത്രമേ ഈ രാജ്യത്ത് ദേശീയ മുസ്ലിമായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പാകിസ്ഥാൻ ചിന്താധികാരാണ് എന്നാണ് പട്ടേൽ ഉദ്ദേശിച്ചത്. അഥവാ പട്ടേൽ ഉദ്ദേശിച്ചതായിട്ട് മത്തായി നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ പട്ടേൽ പറഞ്ഞാണോ മത്തായിച്ചൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഇറക്കാണോ എന്ന് നമുക്കറിയില്ല. ഇതുപോലെ ഒരുപാട് കുസൃതികളും തമാശകളും ഒക്കെ അതിനകത്തുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ എണ്ണി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പി സി ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗമാണ്. ജോർജ് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം പണ്ഡിറ്റുമല്ല നെഹ്റുവല്ല, പുള്ളി യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായിരുന്നു. പുള്ളി ഒരു വ്യാജ ഹിന്ദുവായിട്ട് അഭിനയിച്ച് നടന്ന ആളാണ്. പുള്ളി യുക്തിവാദിയായിട്ട് അഭിനയിച്ച, അല്ലെങ്കിൽ അജ്ഞേയവാദിയായിട്ട് അഭിനയിച്ച, ഹിന്ദുവായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.